ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ട് ഓവനൊന്നും യൂസ് ചെയ്യാതെ ചീസ് പോലും ചേർക്കാതെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പിസ്സൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ആർക്കും തന്നെ എളുപ്പത്തിൽ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഇതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഞാൻ 1.25 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഡ്രൈഡ് ഈസ്റ്റാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ പഞ്ചസാരയാണ്. ഇനി ഇത് കുഴച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള ഇളം ചൂടുവെള്ളം എടുക്കുന്നുണ്ട്. ആദ്യം ഞാനൊരു 1/4 കപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും ഞാനൊരു 1/4 കപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 1/2 കപ്പിൻ്റെ അടുത്ത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇളം ചൂടുള്ള വെള്ളം എടുക്കാം. ഇനി അതിന് പകരം ഇളം ചൂടുള്ള പാലും എടുക്കാവുന്നതാണ്. നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഓയിൽ ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ നമുക്ക് ഇതുപോലെ അങ്ങ് ആക്കി കൊടുക്കുക. അതിനുശേഷം 1.5 മണിക്കൂറെങ്കിലും നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇതൊന്ന് ഡബിൾ സൈസ് ആവാൻ വേണ്ടിയിട്ട് 1.5 to 2 മണിക്കൂർ വരെ നമുക്കിതൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ആ നേരം കൊണ്ട് നമ്മൾ ഇതിലേക്ക് ചീസ് പോലെ തോന്നിക്കാൻ വേണ്ടിയിട്ട് ഒരു വൈറ്റ് സോസ് തയ്യാറാക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് ഞാൻ 1.5 ടേബിൾ സ്പൂൺ ബട്ടറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിന് പകരം നെയ്യ് എടുത്താലും മതി കേട്ടോ. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് 1/2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ സമയത്തൊക്കെ തീ കൂട്ടി വെക്കരുത്, ചെറിയ തീയിലിട്ടിട്ട് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് പാലിന് പുറമെ ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് നമുക്കിതൊന്ന് ഇളക്കി കുറുക്കി വേവിച്ചെടുക്കേണ്ടതാണ്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പ്, അതോടൊപ്പം തന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്. പിന്നെ ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് ഒറിഗാനോ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ഇട്ട് കഴിഞ്ഞിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കിയെടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഈ ഒരു കൂട്ടാണ് നമുക്ക് ചീസ് പോലെ തോന്നിക്കാൻ വേണ്ടി നമ്മൾ പിസ്സയിലേക്ക് ചേർക്കുന്നത്. നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇതുപോലെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് അങ്ങ് മാറ്റാം. 1.5 മണിക്കൂറിന് ശേഷം മാവൊക്കെ ഇവിടെ നല്ലപോലെ പൊങ്ങിയിട്ടുണ്ട്, ഡബിൾ സൈസായിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ എല്ലാ ഭാഗത്തും ഒന്ന് പ്രസ് ചെയ്തെടുക്കുക. ഈ മാവിൻ്റെ പരുവെന്ന് പറഞ്ഞാൽ അധികം നമ്മൾ ചപ്പാത്തി മാവിൻ്റെ പോലെയല്ല, അതിലേറെ ഒന്നും കൂടി ഒന്ന് ലൂസായിട്ടുള്ള രീതിയാണ് കേട്ടോ. കാരണം ഇങ്ങനെ വലിച്ചു പിടിച്ചാൽ നീളുന്ന രീതിയിലായിരിക്കണം ഇതിൻ്റെ മാവ് ഇരിക്കേണ്ടത്. കൗണ്ടർ ടോപ്പിൽ അല്പം പൊടിയൊന്ന് തൂവിയതിന് ശേഷം ഈ മാവ് അതിലേക്ക് വെച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ആ മാവൊക്കെ ഞാൻ ഇതുപോലെ നന്നായിട്ട് ഒരു റൗണ്ട് ഷേപ്പിലാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് 2 കൈ വെച്ചിട്ടും ഇതുപോലെ ഒന്ന് പരത്തി കൊടുത്താൽ മതി കേട്ടോ. ഇനി അതല്ല, ചപ്പാത്തിയൊക്കെ നമ്മൾ പരത്തിയെടുക്കുന്ന പോലെ പരത്തിയെടുക്കുകയാണെങ്കിൽ അങ്ങനെ ആയാലും മതി. ഞാനിവിടെ കൈവച്ചിട്ട് തന്നെ ഇതുപോലെ വട്ടത്തിൽ അങ്ങനെ പരത്തിയെടുക്കുന്നുണ്ട്. അത്യാവശ്യം ഒരു 1/2 ഇഞ്ച് കനത്തിൽ വേണം കേട്ടോ അത് പരത്തിയെടുക്കാനായിട്ട്. അപ്പോൾ 2 കൈ വെച്ചിട്ടും ഇതുപോലെ അങ്ങനെ വട്ടത്തിൽ അങ്ങ് പരത്തിയെടുക്കാം. അതിനുശേഷം പിന്നെ നമുക്കിത് വേവിച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള പ്ലേറ്റ് വേണം. ഈ ഒരു ട്രേ തന്നെ വേണം, നിർബന്ധമല്ല. സാധാരണ ഒരു സ്റ്റീലിൻ്റെ പാത്രം എന്തെങ്കിലും എടുത്താലും മതിയാവും കേട്ടോ. അതിലേക്ക് അല്പം ബട്ടറോ നെയ്യോ എന്തെങ്കിലും ഒന്ന് പുരട്ടി വെക്കുക. അതിനുശേഷം നമ്മൾ പരത്തി വെച്ചിട്ടുള്ള ഈ ഒരു മാവ് ഇതിലേക്ക് അങ്ങ് വെച്ച് കൊടുത്തിട്ട് വീണ്ടും നമ്മൾ ആ ഒരു പ്ലേറ്റിൻ്റെ ഷേപ്പിൽ ഇതുപോലെ അങ്ങ് പരത്തി കൊടുക്കാം. കൈ വെച്ച് നന്നായിട്ട് പരത്തി കൊടുക്കുക കേട്ടോ. അപ്പോൾ അത്യാവശ്യം കനത്തിലൊന്ന് പരത്തിയെടുത്തതിന് ശേഷം കൈ വെച്ച് ഇതുപോലെ അങ്ങനെ നമുക്ക് ആക്കി കൊടുക്കുക. അതിനുശേഷം നമുക്കൊരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ ഈ ഒരു ഭാഗത്ത് കൂടെ നന്നായിട്ടൊന്ന് കുത്തി കൊടുക്കാൻ വേണം. എന്തിനാന്ന് വെച്ചാൽ നമ്മളിത് വേവിച്ചെടുക്കുന്ന സമയത്ത് ഈ ഒരു ഭാഗം പൊള്ളച്ച് വരാതിരിക്കാനാണ്. ഇതിൻ്റെ സൈഡിലൂടെ ഒന്നും കുത്തി കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി ഇതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് പിസ്സ സോസാണ്. പിസ്സ സോസ് ഇല്ലാന്നുണ്ടെങ്കിൽ സാധാരണ ടൊമാറ്റോ സോസോ കെച്ചപ്പോ നമുക്കിതിലേക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ ഇതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ പിസ്സ സോസ് ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ നമ്മൾ ആ കൈ വെച്ചിട്ട് ഡിസൈൻ കൊടുത്തില്ലേ, അപ്പോൾ ഇതിൻ്റെ ഈ ഒരു നടുവിലെ ഭാഗത്തൂടെ മാത്രം ആ ഒരു പിസ്സ സോസ് തേച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു വൈറ്റ് സോസ് ഉണ്ടല്ലോ, അത് ഇതിൻ്റെ മുകളിലൂടെ ഇതുപോലെ അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒരു 3-4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങനെ ഒന്ന് പരത്തി കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിൽ വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെജിറ്റബിൾസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. കുറച്ച് ഉള്ളിയും തക്കാളിയും ക്യാപ്സിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമുക്കിഷ്ടമുള്ള വെജിറ്റബിൾ എടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ബീഫാണ് കേട്ടോ. ബീഫോ ചിക്കനോ എന്തായാലും കുഴപ്പമില്ല, നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ചിക്കനൊക്കെ ആണെങ്കിൽ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ചെറിയ പീസസ് ആക്കിയിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. ഞാനിവിടെ ബീഫ് ചെറിയ കഷ്ണാക്കിയിട്ട് കട്ട് ചെയ്തിട്ടാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ ഈ ഒരു ബീഫ് പിസ്സ. അതിന് മുകളിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള കുറച്ച് വൈറ്റ് സോസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ലാസ്റ്റായിട്ട് ഇതിലേക്ക് കുറച്ച് ഒറിഗാനും കൂടെ ഇതുപോലെ അങ്ങനെ വിതറി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ബാക്കി വന്നിട്ടുള്ള പിസ്സ സോസ് കുറച്ചുണ്ട്, ഇതുപോലെ അങ്ങനെ സ്പൂൺ വെച്ചിട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ ഈ ഒരു സൈഡിലൂടെ അല്പം ബട്ടറോ അല്ലെങ്കിൽ നെയ്യോ ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ബട്ടറോ നെയ്യോ എടുക്കുകയാണെങ്കിൽ ഒന്ന് മെൽറ്റാക്കിയിട്ട് ഇതുപോലെ ബ്രഷ് കൊണ്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ.
അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മളിത് ബേക്ക് ചെയ്തെടുക്കുന്ന സമയത്ത് ഈ ഒരു ഭാഗം ഒരു ലൈറ്റ് ബ്രൗൺ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓവൺ ഇല്ലെങ്കിലും നമുക്ക് ചെറുതായിട്ടൊരു കളർ ഈ ഒരു ഭാഗത്തൂടെ കിട്ടുന്നുണ്ട് കേട്ടോ. ഇനി വളരെ പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെയാണ് നമുക്ക് ഈ ഒരു ചീസില്ലാത്ത പിസ്സ ബേക്ക് ചെയ്തെടുക്കുന്നത് നോക്കാം, അതും ഓവൺ ഇല്ലാതെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു വലിയ പാൻ സ്റ്റവിൽ വെച്ചിട്ട് ഒരു റിങ് പോലത്തെ സ്റ്റാൻഡ് ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം. പ്രീ ഹീറ്റ് ചെയ്ത പാനിലേക്ക് നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു പിസ്സേൻ്റെ ട്രേ ഇതിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കാം. അതിനുശേഷം അടച്ച് വെച്ചിട്ട് നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ ഈ പാത്രം വെക്കുന്ന സമയത്ത് ഇതിൻ്റെ പാനിലൊന്നും തട്ടാതെ നോക്കണം കേട്ടോ. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഇത് ബേക്ക് ചെയ്തെടുക്കാം. ഒരു 15 to 20 മിനിറ്റ് ഒക്കെ നമുക്ക് സമയം വേണ്ടി വരും കേട്ടോ. കറക്റ്റ് ഒരു 15 മിനിറ്റ് ആകുമ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഒരു 18 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. 15 മിനിറ്റ് ഒക്കെ ആകുമ്പോൾ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ 2-3 മിനിറ്റ് അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുത്താലും മതിയാവുന്ന കേട്ടോ. നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ സൈഡും എല്ലാം നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ താഴെ ഭാഗം ഒട്ട് കരിഞ്ഞു പോവുകയോ ഒന്നും ചെയ്തിട്ടില്ല. പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ചീസ് ഇല്ലെങ്കിലും നമുക്ക് ചീസ് പോലെ തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു അടിപൊളി പിസ്സയാണ്. പിന്നെ ബീഫ് ചേർത്തുകൊണ്ട് പറയണ്ടല്ലോ, നല്ല ടേസ്റ്റിയാണ്. ചിക്കൻ വേണമെങ്കിൽ നിങ്ങൾക്ക് അതും ചേർത്ത് കൊടുക്കാം. കുറച്ച് മയോണൈസ് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് കൂട്ടി കഴിക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ഞാനിത് കട്ട് ചെയ്തിട്ടും കൂടെ കാണിക്കാം. ഇത് കട്ട് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ഒറിജിനൽ ചീസൊക്കെ വെച്ചുണ്ടാക്കിയെടുക്കുന്ന പിസ്സ പോലെയാണ്. ആ ഒരു വൈറ്റ് സോസൊക്കെ നമുക്ക് ചീസ് പോലെ തോന്നിക്കുന്നുണ്ട്. പിന്നെ ടേസ്റ്റും അത് തന്നെയാണ് കേട്ടോ. ചീസ് ഇല്ലെങ്കിലും ആ ഒരു ചീസൊക്കെ ചേർത്ത് പിസ്സേൻ്റെ സെയിം ടേസ്റ്റ് തന്നെയാണ് ഈ ഒരു പിസ്സക്കുള്ളത്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ചീസൊന്നും വീട്ടിലില്ലാത്തവർക്ക് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുള്ള കാര്യം ഷുവറാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നുണ്ട്. ഇതുപോലത്തെ റെസിപ്പികൾക്കായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കാനൊന്നും മറക്കരുത്. വീണ്ടും ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് അടുത്തൊരു ദിവസം തന്നെ കാണാം. താങ്ക്